മതന്യൂനപക്ഷ സംവരണത്തിനായി ഭരണഘടനയിൽ മാറ്റങ്ങൾ വരണമെന്ന് കർണാടക ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാർ. ഭരണഘടന മാറിക്കൊണ്ടേയിരിക്കുന്ന ഒന്നാണെന്നും ശിവകുമാറിന്റെ വിവാദ പരാമർശം. ഒരു സ്വകാര്യ ചാനലിന്റെ ടോക്ക് ഷോയിലാണ് ഡി കെ ശിവകുമാറിന്റെ പരാമർശം. അതേസമയം ശിവകുമാറിന്റെ പ്രസ്താവനയിൽ പാർലമെന്റിന്റെ ഇരു സഭകളും സ്തംഭിച്ചു. മത അടിസ്ഥാനത്തിൽ ഒരിക്കൽ കൂടി രാജ്യത്തെ വിഭജിക്കാനാണ് കോൺഗ്രസ് ശ്രമിക്കുന്നതെന്ന് BJP ആരോപിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ഗൗതം അനന്തനാരായണൻ ചേർന്നുണ്ട്. ഗൗതം, ശക്തമായ പ്രതിഷേധം ഇതിനോടകം തന്നെ അലയടിക്കുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ ഡി കെ ശിവകുമാറിന്റെ പ്രസ്താവന കൂടി വിവാദത്തിലേക്ക് കടക്കുന്നത്. മറ്റു വിവരങ്ങൾ എന്തൊക്കെയാണ്? വിഷ്ണു, കർണാടകയിൽ സർക്കാർ ടെൻഡറുകളിൽ മുസ്ലിങ്ങൾക്ക് 4% സംവരണം നൽകിയതുമായി ബന്ധപ്പെട്ട് വലിയ വിവാദം കത്തി നിൽക്കുന്നതിനിടയിലാണ് കർണാടക ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാർ മറ്റൊരു വിവാദ പ്രസ്താവന കൂടി നടത്തിയിരിക്കുന്നത്. ഒരു ചാനലിൻ്റെ ടോക്ക് ഷോയിൽ സംസാരിക്കുമ്പോൾ ഈ 4% സംവരണവുമായി ബന്ധപ്പെട്ട ചോദ്യത്തിനുള്ള മറുപടി നൽകവേ കർണാടകയുടെ ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാർ പറഞ്ഞത് മതന്യൂനപക്ഷങ്ങളുടെ, അതായത് പ്രത്യേകിച്ച് മുസ്ലിങ്ങൾക്ക് സംവരണത്തിനായി വേണമെങ്കിൽ രാജ്യത്തിൻ്റെ ഭരണഘടന തന്നെ മാറ്റണം, അങ്ങനെ ഭരണഘടന തിരുത്തേണ്ടതൊന്നാണ്, ഭരണഘടനകൾ പലപ്പോഴും മാറിക്കൊണ്ടേയിരിക്കും തുടങ്ങിയ പ്രതികരണം ഇദ്ദേഹം നടത്തുകയായിരുന്നു. എല്ലാ സമൂഹത്തിൻ്റെയും ഉന്നമനത്തിന് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നതെന്നും അതിനുവേണ്ടിയാണ് മുസ്ലിങ്ങൾക്ക് പ്രത്യേകം സംവരണം നൽകുന്നതെന്നും ഡി കെ ശിവകുമാർ പറഞ്ഞു. എന്തായാലും മുസ്ലിം സംവരണത്തിന് വേണ്ടി രാജ്യത്തിൻ്റെ ഭരണഘടന തന്നെ മാറ്റണമെന്ന ഡി കെ ശിവകുമാറിൻ്റെ പ്രതികരണത്തിനെതിരെ വ്യാപക പ്രതിഷേധം ഇപ്പോൾ ദേശീയ തലത്തിൽ ഉൾപ്പെടെ ആഞ്ഞു വീശുകയാണ്. ഇന്ന് പാർലമെന്റിന്റെ ഇരുസഭകളും രാവിലെ 11 മണിക്ക് ഈ വിഷയത്തിൽ ബഹളത്തിൽ മുങ്ങി. BJP ആണിത് ഉന്നയിച്ചത്. ദേശീയ തലത്തിൽ തന്നെ BJP ഇതൊരു വലിയ വിഷയമായി കോൺഗ്രസിനെതിരെ ഉപയോഗിക്കുന്നു. 12:30 BJPയുടെ കേന്ദ്ര കാര്യാലയത്തിൽ മുതിർന്ന നേതാവ് രവിശങ്കർ പ്രസാദ് ഈ ഡി കെ ശിവകുമാറിന്റെ പ്രസ്താവനയ്ക്കെതിരെ വാർത്താ സമ്മേളനം നടത്തി. BJP പ്രധാനമായും ഉന്നയിക്കുന്നത് മത അടിസ്ഥാനത്തിൽ വീണ്ടും രാഷ്ട്രത്തെ വിഭജിക്കുവാൻ കോൺഗ്രസ് ശ്രമിക്കുന്നു എന്നുള്ളതാണ്. മാത്രമല്ല, മുസ്ലിങ്ങൾക്ക് വേണ്ടി രാജ്യത്തിൻ്റെ ഭരണഘടന തിരുത്തുവാനാണ് കോൺഗ്രസ് ആഹ്വാനം ചെയ്യുന്നതെന്ന് BJP ദേശീയ അധ്യക്ഷൻ JP നഡ്ഡ ഇന്ന് പാർലമെന്റിൽ പറഞ്ഞു, രാജ്യസഭയിൽ പറഞ്ഞു. സർദാർ വല്ലഭായ് പട്ടേലിനെ പോലെ BR അംബേദ്കറെ പോലെയുള്ള ദേശീയ നേതാക്കൾ മതത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഭരണഘടനയ്ക്ക് എതിരാണ്. അതുമായി ബന്ധപ്പെട്ട് ഈ ദേശീയ പുരുഷന്മാരൊക്കെ നടത്തിയിട്ടുള്ള പ്രതികരണങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടുള്ള വലിയ വിമർശനമാണ് BJP ദേശീയ നേതൃത്വത്തിൻ്റെ ഭാഗത്ത് നിന്നും ഇന്ന് ഉണ്ടായത്. വിഷ്ണു, ഗൗതം, ഒപ്പം എടുത്തു പറയേണ്ടത് ശക്തമായ ഒരു പ്രക്ഷോഭത്തിലേക്ക് BJPയുടെ ഭാഗത്ത് നിന്ന് കടന്നിരിക്കുകയാണ്. നമുക്കറിയാം, നേരത്തെ തന്നെ ശക്തമായ പ്രതിഷേധമാണ് കർണാടകയിൽ BJPയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. ഒപ്പം ഈ സൂചിപ്പിച്ചതുപോലെ തന്നെ BJP എടുത്തു പറയുന്ന പ്രധാനപ്പെട്ട കാര്യം കോൺഗ്രസിൻ്റെ ഈ ഒരു നീക്കത്തെയാണ്. ഭരണഘടനയൊക്കെ തന്നെയും അവഹേളിച്ചുകൊണ്ട് കോൺഗ്രസ് നടത്തുന്ന ഈ ഒരു നീക്കം രാജ്യത്തെ തന്നെ ഭിന്നിപ്പിക്കാനാണെന്ന് ഒരു കാര്യം തന്നെയാണ് BJP ചൂണ്ടിക്കാട്ടുന്നത്. ഒരുപക്ഷെ വരും ദിവസങ്ങളിലും കർണാടകയിൽ ശക്തമായൊരു പ്രക്ഷോഭം അലയടിക്കാനുള്ള ഒരു സാഹചര്യം കൂടിയല്ലേ ഉള്ളത്? വിഷ്ണു, ഇത് ദേശീയ തലത്തിൽ തന്നെ BJP ഈ വിഷയം ഉയർത്തുകയാണ്. ഇതിപ്പോൾ ഇന്ന് മാത്രമല്ല, ഇന്ന് ഈ വിവാദം കൂടുതൽ കത്താൻ കാരണം കർണാടക ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാർ നടത്തിയൊരു പ്രസ്താവന കൂടിയാണ്. ഇത് കൂടാതെ തന്നെ കഴിഞ്ഞ 2-3 ദിവസമായി ദേശീയ തലത്തിൽ തന്നെ BJP ഇത് ഉയർത്തുന്നുണ്ട്. കാരണം കർണാടകയിൽ കോൺഗ്രസിൻ്റെ ബജറ്റ്, സിദ്ധരാമയ്യയുടെ ബജറ്റിനെ BJP പരാമർശിക്കുന്നത് തന്നെ ഹലാൽ ബജറ്റ് എന്നുള്ളതാണ്. കാരണം ആ ബജറ്റിനകത്ത് മുസ്ലിം സമൂഹത്തിന് മാത്രമായി വിവിധ പദ്ധതികൾ പ്രഖ്യാപിച്ചത് വിവാദമായിരുന്നു. അതിനുശേഷമാണ് കഴിഞ്ഞ ദിവസം ഈ ബില്ല് പാസ്സാക്കുന്നത്. അതായത് സർക്കാർ ടെൻഡറുകളിൽ 4% മുസ്ലിങ്ങൾക്ക് സംവരണം നൽകിക്കൊണ്ടുള്ള ബില്ലാണ് പാസ്സാക്കിയത്. BJP MLA-മാരുടെ എതിർപ്പ് വകവയ്ക്കാതെ ഈ ബില്ല് സിദ്ധരാമയ്യ സർക്കാർ പാസ്സാക്കിയായിരുന്നു. ബില്ല് കീറിയറിഞ്ഞുള്ള പ്രതിഷേധമാണ് കർണാടക നിയമസഭയിൽ BJP നടത്തിയത്. ഇതിനൊപ്പമാണ് ഇന്നിപ്പോൾ ഒരു സ്വകാര്യ ചാനലിൻ്റെ ടോക്ക് ഷോയ്ക്കകത്ത് മുസ്ലിം സംവരണത്തെ ന്യായീകരിക്കുന്നുവെന്ന് മാത്രമല്ല, അതിനുവേണ്ടി വേണമെങ്കിൽ രാജ്യത്തിൻ്റെ ഭരണഘടന തന്നെ തിരുത്താവുന്നതാണ് എന്ന രീതിയിലുള്ളൊരു പ്രതികരണം കൂടി ഉപമുഖ്യമന്ത്രി നടത്തുകയാണ്. ഈ ഒരു സാഹചര്യത്തിലാണ് ദേശീയ തലത്തിൽ ഇന്ന് വലിയ പ്രതിഷേധം ഈ പ്രസ്താവനയ്ക്കെതിരെ നടന്നതും പാർലമെൻറ്റിൻ്റെ ഇരുസഭകളും സ്തംഭിച്ചതും. എന്തായാലും നാളെയും പാർലമെൻറ്റ് ചേരുന്ന ഘട്ടത്തിൽ ഒരുപക്ഷെ ഈ വിഷയം BJP ഉന്നയിക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം ഒന്ന്, ഈ മതപരമായ സംവരണം ഭരണഘടന
മുന്നോട്ട് വയ്ക്കുന്നതല്ല. നമുക്കറിയാവുന്നതാണ്. കാരണം സാമൂഹികമായും വിദ്യാഭ്യാസപരമായൊക്കെയുള്ള പിന്നോക്ക അവസ്ഥയുടെ അടിസ്ഥാനത്തിലാണ് SC/ST OBC വിഭാഗങ്ങൾക്ക് സംവരണം നൽകുന്നത്. അത് മത അടിസ്ഥാനത്തിലല്ല. എല്ലാ മതവിഭാഗങ്ങൾക്കും OBCയിൽ സംവരണം ലഭിക്കുന്നുണ്ട്. SC/ST വിഭാഗത്തിലും അത്തരം സംവരണങ്ങൾ ഈ പിന്നോക്ക വിഭാഗങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. അതിൽ മതമല്ല അതിൻ്റെ ക്രൈറ്റീരിയ എന്നത്, മറിച്ചത് സമൂഹത്തിലെ പിന്നോക്കാവസ്ഥയും ഒപ്പം വിദ്യാഭ്യാസ മേഖലയിലേക്കുള്ള പിന്നോക്കാവസ്ഥയും ഒക്കെ പരിഗണിച്ചുകൊണ്ടാണ് അത്തരം സംവരണങ്ങൾ മുൻപ് ഭരണഘടനയിൽ എഴുതി വെച്ചിരിക്കുന്നത്. പക്ഷേ മത അടിസ്ഥാനത്തിലുള്ള സംവരണം എന്ന് പറയുന്നത് ഇത് മുൻപും കോൺഗ്രസ് സർക്കാരുകൾ, മുൻപ് ആന്ധ്രാപ്രദേശിലൊക്കെ കോൺഗ്രസിൻ്റെ സർക്കാരുകൾ തന്നെ ഇത്തരം സംവരണം നടപ്പാക്കാൻ ശ്രമിക്കുകയും പിന്നീട് രാജ്യത്തെ കോടതികൾ തന്നെ അതിനെ വിമർശിക്കുകയും അത്തരം സംവരണങ്ങൾ റദ്ദാക്കുകയും ഒക്കെ ചെയ്ത ചരിത്രമുണ്ട്. എന്നാൽ ഇതെല്ലാം അറിഞ്ഞുകൊണ്ടും വീണ്ടും മുസ്ലിം സംവരണം നടപ്പാക്കിക്കൊണ്ടൊരു വലിയ വിവാദ നീക്കം കോൺഗ്രസ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും കർണാടകയിൽ സംഭവിക്കുന്നു. അതിനെ ന്യായീകരിക്കുന്ന അവിടുത്തെ ഉപമുഖ്യമന്ത്രിയും ആകട്ടെ വേണമെങ്കിൽ രാജ്യത്തിൻ്റെ ഭരണഘടന തന്നെ മുസ്ലിങ്ങളുടെ സംവരണത്തിന് വേണ്ടി തിരുത്തണമെന്ന പ്രതികരണം കൂടി നടത്തുകയാണ്. ശരി, ഗൗതമാണ് വിശദമായ റിപ്പോർട്ടുകൾ നൽകിയത്.